ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നാളെ വെള്ളിയാഴ്ച പൈങ്കുനി ഉത്രത്തിൻ്റെ അന്ന് നമ്മൾ വീട്ടിൽ ചെയ്യേണ്ടുന്ന മഹാലക്ഷ്മി പൂജയെക്കുറിച്ച് പറയാനാണ്. അതിനു മുൻപ് തന്നെ 2-3 പേരുടെ സംശയങ്ങളാണ് കേട്ടോ. അവരെനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു. ഞാൻ അവർക്ക് റിപ്ലൈ കൊടുത്തു. പക്ഷേ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് പറയുന്നത്. അതായത്, ഞാൻ കോടീശ്വര യോഗമുണ്ടാവാൻ വേണ്ടി മഹാലക്ഷ്മി ദേവിക്ക് പൈസയും സ്വർണവും സാരിയും ബ്ലൗസ് പീസ് അല്ലെങ്കിൽ കുപ്പിവളകളൊക്കെ സമർപ്പിക്കുന്നതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ചേച്ചി മന്ത്രങ്ങളും പൂജകളും ഒന്നും ചെയ്യാതെ ഇത് മാത്രമായിട്ട് സമർപ്പിച്ചാൽ ഫലം കിട്ടുമോ എന്നൊരു ചോദ്യം. 100-ൽ 20% മാത്രം ഫലം കിട്ടുകയുള്ളൂ. ഞാൻ പറയുന്നത് എല്ലാ ദിവസവും ചെയ്യണമെന്നല്ലല്ലോ. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മഹാലക്ഷ്മി ദേവിയെ അതിൻ്റേതായ രീതിയിൽ, ഞാൻ നിങ്ങളോട് വില കൂടിയ സാധനങ്ങൾ വാങ്ങിച്ച് പൂജ ചെയ്യണമെന്നോ പ്രാർത്ഥിക്കണമെന്നോ ഒന്നും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ഫോട്ടോയാണെങ്കിലും മതി. മഹാലക്ഷ്മി ദേവിയുടെ ഒരു ഫോട്ടോ ഒരുക്കി അമ്മയ്ക്ക് മുമ്പിൽ പ്രത്യേകമായിട്ട് ആ ഒരു ദിവസം ഒരു ദീപം കൊളുത്തി ഇത് സമർപ്പിച്ച് അഷ്ടലക്ഷ്മി സ്തോത്രമോ അഷ്ടോത്തരമോ കനകധാരാ സ്തോത്രമോ ബീജമന്ത്രമോ എന്തെങ്കിലും ചൊല്ലി പൂജ ചെയ്ത് ഇത് സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും 100-ൽ 100% ഫലം തന്നെ നമുക്ക് ലഭിക്കും. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ 100-ൽ ഒരു 20% ഫലം മാത്രമേ നമ്മൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? നിങ്ങൾക്ക് പൂജ ചെയ്യാൻ വയ്യ, പ്രാർത്ഥിക്കാൻ വയ്യ, ഒന്നും വയ്യ. പക്ഷേ നിങ്ങൾക്ക് പൈസ വേണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഇത് മാത്രമായിട്ട് സമർപ്പിക്കും. അങ്ങനെ ചെയ്തിട്ട് യാതൊരുവിധ കാര്യവുമില്ല എന്ന് ഞാൻ പറയുകയാണ്. പിന്നെ വേറൊരാൾ ചോദിച്ചത്, അതായത് ഈ വരുന്ന വെള്ളിയാഴ്ച ദിവസം പിറ്റേ ദിവസം പൗർണമിയാണ്. അപ്പം ഞാൻ വീട്ടിൻ്റെ മെയിൻ ഡോറ് പൂജ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ വെള്ളിയാഴ്ച ചെയ്യുന്നുണ്ട് ചേച്ചി, അപ്പോൾ പൗർണമിക്കും നമ്മളിത് ചെയ്യണമോ എന്നൊരു ചോദ്യം. ഞാൻ നിങ്ങളോട് പറഞ്ഞത്, എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്നവർക്ക് എല്ലാ ദിവസവും ചെയ്യാം. അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ചൊവ്വ, വെള്ളി, പൗർണമി, അതുപോലെ തന്നെ മലയാള മാസത്തിൽ വരുന്ന 1-ാം തീയതി, ഈ ദിവസങ്ങളിലൊക്കെ ചെയ്യണമെന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് എനിക്ക് പറയാനുള്ള ഉത്തരം, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മളിത് ചെയ്യുന്നത് ശുക്രവശ്യം മഹാലക്ഷ്മി കടാക്ഷം ലഭിക്കാനാണ്. പൗർണമി ദിവസം നമ്മളിത് ചെയ്യുന്നത് എല്ലാ ദൈവങ്ങളുടെയും അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. പൗർണമി എന്ന് പറയുന്നത് വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ള ചന്ദ്രൻ്റെ കിരണങ്ങൾ നേരിട്ട് ഭൂമിയിൽ പതിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ആ ദിവസം നമ്മൾ ഈ ഒരു പൂജ ചെയ്താൽ ഫലം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അതുമാത്രവുമല്ല, പൗർണമി ദിവസങ്ങളിൽ മറക്കാതെ മെയിൻ ഡോറിന് മുൻപിൽ സ്വസ്തിക്ക് വരയ്ക്കുന്നത് വളരെയധികം പോസിറ്റീവ് വൈബ്സ് നമ്മുടെ വീട്ടിലോട്ട് വരാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ചെയ്തു, പിറ്റേ ദിവസം പൗർണമിയാണ്, അതിൻ്റെ പിറ്റേ ദിവസം 3-ാമത്തെ ദിവസം 1-ാം തീയതിയാണ്, ഞങ്ങൾ വെള്ളിയാഴ്ച ചെയ്യുന്നത് കൊണ്ട് ഇനി ചെയ്യണ്ട, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. ഈ 3 ദിവസങ്ങളിലും ചെയ്താൽ ആ 3 ദിവസങ്ങൾക്കും കിട്ടുന്ന ഫലം എന്ന് പറയുന്നത് വെവ്വേറെയാണ്. അതുകൊണ്ട് അത് മറക്കാതെ ചെയ്യണം. അപ്പം ഈ വരുന്ന വെള്ളിയാഴ്ച ആദ്യം തന്നെ ചെയ്യേണ്ടത്, വീട്ടിൽ വാസന ദ്രവ്യങ്ങളുടെ മണം നല്ല രീതിയിൽ ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് പടിപൂജ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീട് എപ്പോഴും മംഗളകരമായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒന്നെങ്കിൽ മാവില, തുളസിയില, മാതള നാരകത്തിൻ്റെ ഇല, ഇത് 3-ൽ എന്താണോ കിട്ടുന്നത് അത് വെക്കാം. വെറ്റിലയും കൂടെ, ഇത് 4-ഉം വെച്ചാലും തെറ്റില്ല. ഏതെങ്കിലും ഒന്നുകൊണ്ട് അലങ്കരിക്കുന്നതും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വീട് ശുദ്ധമാക്കാനായിട്ട് ശ്രമിക്കണം. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രമല്ല, എല്ലാ ദിവസവും വീട് ശുദ്ധമായിരിക്കണം. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകിച്ച്. അതുപോലെ തന്നെ സ്ത്രീകളായിട്ടുള്ള നമ്മൾ മംഗളകരമായി വേണം അന്നത്തെ ദിവസം ലക്ഷ്മി പൂജ ചെയ്യാൻ. ഒരുപാട് സീരിയലിലൊക്കെ കാണുന്നത് പോലെ ഒരുപാട് ഒരുങ്ങണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളുടെ കയ്യിലുള്ള വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം. നെറ്റി ഒഴിച്ചിട്ടുകൊണ്ട് ഒരിക്കലും ലക്ഷ്മി പൂജ ചെയ്യരുത്. എന്ത് പൊട്ടാണോ നിങ്ങൾ തൊടുന്നത് ആ പൊട്ട് നിങ്ങളുടെ നെറ്റിയിൽ ഉണ്ടായിരിക്കണം. സിന്ദൂര രേഖയിൽ സിന്ദൂരം ഉണ്ടായിരിക്കണം. കയ്യിൽ വളകൾ, സ്വർണ്ണവളകൾ ഉള്ളവർക്ക് 2 കൈയിലും സ്വർണ്ണവളകൾ ഇടാം.
അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ കുപ്പിവളകൾ ഇടാം. കുപ്പിവളകൾ ഇടാൻ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ലക്ഷ്മി പൂജ ചെയ്യുന്ന ആ ഒരു സമയത്ത് മാത്രം കുപ്പിവളകൾ ഇട്ടിട്ട് ബാക്കിയുള്ള സമയത്ത് അത് ഊരി വെക്കാവുന്നതാണ്. അതുപോലെ പിന്നെ തലമുടിയിൽ പൂ ചൂടണം, ഇതൊന്നും ഞാൻ എടുത്ത് പറയാത്തത് ചിലർക്ക് അതൊന്നും ഇഷ്ടമല്ല. അപ്പം അങ്ങനെയുള്ളവരോട് നമ്മൾ നിർബന്ധിച്ചിട്ട് കാര്യമില്ല. താല്പര്യമുള്ളവർക്ക് ഇതൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ലക്ഷ്മി പൂജയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ. പിന്നെ അടുക്കള നീറ്റ് ആൻഡ് ക്ലീൻ. ഞങ്ങൾ ജോലിക്ക് പോകുന്നവരാണ്. എനിക്ക് കഴിഞ്ഞ എൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വന്നൊരു കമൻറ്റാണ്, ചേച്ചി ഞങ്ങൾ ജോലിക്ക് പോകുന്നവരാണ്, ഞങ്ങളെക്കൊണ്ട് പറ്റില്ല. എനിക്ക് അവരോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, നമ്മുടെ വീട്ടിൽ ലക്ഷ്മി വാസം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഈ ഒരു മെയിൻ ഡോറും അതേപോലെ തന്നെ നമ്മുടെ അടുക്കളയുമാണ്. ഈ 2 വശങ്ങൾ വൃത്തികേടായിട്ടിരുന്നാൽ ആ വീട്ടിൽ മഹാലക്ഷ്മി കടാക്ഷമുണ്ടാകുന്നതിന് പകരം രാഹു കേതുക്കളുടെ സാന്നിധ്യമാണ് ഉണ്ടാകുന്നത്. രാഹു കേതുക്കളുടെ സാന്നിധ്യം ആ വീട്ടിലുണ്ടായാൽ അത് ബാധിക്കുന്നത് ആ വീട്ടിലെ സ്ത്രീകളെയാണ്. കാരണം സ്ത്രീകൾ എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ്, മഹാലക്ഷ്മി എന്ന് പറയുന്നത് ശുക്രനാണ്. അപ്പം സ്ത്രീകളായ നമ്മളിൽ ശുക്രവശ്യം ഉണ്ടാവണമെങ്കിൽ നമ്മളും നമ്മുടെ വീടും ശുദ്ധമായിട്ടിരിക്കണം. കഴിക്കുന്ന പാത്രങ്ങൾ അപ്പോൾ കഴുകി വെക്കാനും, ഭക്ഷണ പദാർത്ഥങ്ങൾ വലിച്ചു വാരി ഇടാതിരിക്കാനും, ചപ്പുചവറുകൾ കൂട്ടി വെക്കാതിരിക്കാനും ഒക്കെ നമ്മൾ അത്യാവശ്യമായി ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യം ശ്രദ്ധിക്കണം. ജോലിക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിലും ഒരു 5 മിനിറ്റ് സമയം ചിലവഴിച്ച് അടുക്കള വൃത്തിയായിട്ടിടാൻ ശ്രമിക്കണം. മെയിനായിട്ട് നമ്മൾ പാചകം ചെയ്യുന്ന അടുപ്പ്. ഞാൻ ചില സമയങ്ങളിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിൽ പോകുമ്പോൾ, മലയാളികളാണ് കേട്ടോ, ഇവിടെയുള്ള മറാഠികളൊന്നും അങ്ങനെ ചെയ്യില്ല, ചായയൊക്കെ തിളച്ച് തൂകിയിട്ട് അത് അതിൽ അങ്ങനെ ഉണങ്ങിപ്പിടിച്ചിരിപ്പുണ്ടായിരിക്കും. അതേപോലെ കഞ്ഞിയൊക്കെ വെക്കുമ്പോൾ ആ തിളച്ച് തൂവുന്നത് അങ്ങനെ അവിടെ തന്നെ ഇരിക്കും, അത് തുടയ്ക്കുക പോലും ചെയ്യില്ല. ഇതെന്താ ഇങ്ങനെ ഇട്ടിരിക്കുന്ന? സമയമില്ലായിരുന്നു. സത്യമാണ്, സമയമില്ലാത്തതുകൊണ്ടാണ്, ജോലിക്ക് പോകുന്നതാണ്, തിരക്കാണ്. പക്ഷേ അത് ഭയങ്കരമായിട്ട് നമ്മുടെ വീട്ടിനെ ബാധിക്കും. ഒരു ദിവസമൊന്നും അങ്ങനെ ഇട്ടു എന്ന് പറഞ്ഞ് നമുക്കൊരു ദോഷവും വരില്ല. ഞാനത് പറഞ്ഞു കൊള്ളട്ടെ. അസുഖങ്ങൾ മൂലമോ അല്ലെങ്കിൽ വളരെ അർജൻറ്റായിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വരുമ്പോഴോ നമ്മൾ അങ്ങനെ ചെയ്താൽ അതൊരിക്കലും നമ്മളെ ബാധിക്കില്ല. പക്ഷേ തുടർച്ചയായി നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ തീർച്ചയായും അത് നമ്മളെ ബാധിക്കുക തന്നെ ചെയ്യും. കുറേ പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നത്, എത്ര ധനമുണ്ടാക്കിയാലും ധനം നിലനിൽക്കുന്നില്ല, ധനം നിലനിൽക്കാൻ, നല്ല രീതിയിൽ ധനം വന്നു ചേരാൻ എനിക്കറിയാവുന്ന ഒരേ ഒരു മാർഗ്ഗമെന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചകളിലെ ലക്ഷ്മി പൂജയും അതുപോലെ തന്നെ വീട്ടിലെ സ്ത്രീകളായ നമ്മൾ മംഗളകരമായിരുന്ന് നല്ല രീതിയിൽ വീടിനെ പരിപാലിക്കുക എന്ന് വെച്ചാൽ ജോലിക്ക് പോകാതെ വെറുതെ വീട്ടിലിരുന്ന് ചുമ്മാതെ വീട് പരിപാലിക്കുക എന്നുള്ളതല്ല ഞാൻ അർത്ഥമാക്കുന്നത്. നമ്മുടെ വീട് എത്രമാത്രം വൃത്തിയായിട്ടിരിക്കുന്നു അത്രമാത്രം നമ്മുടെ വീട്ടിൽ ധനവരവുണ്ടാകും. അവിടെ മഹാലക്ഷ്മി വാസം സ്ഥിരമായിട്ട് തന്നെ ഉണ്ടാകും എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. നിങ്ങൾക്ക് എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഓരോ ആഴ്ചകളിലും കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഞാൻ തരാം. പറ്റുന്നവരൊക്കെ അത് ഫോളോ ചെയ്യണം. അപ്പം ഇപ്രാവശ്യം ഞാൻ പറഞ്ഞുവല്ലോ, പഞ്ചലക്ഷ്മി വസ്തുക്കൾ നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് ലക്ഷ്മി കടാക്ഷവും ധനയോഗവും ധനസമൃദ്ധിയും ഉണ്ടാവും. അപ്പം എന്തൊക്കെയാണ് ഈ പഞ്ചലക്ഷ്മി വസ്തുക്കൾ എന്നുള്ളത് നോക്കാം. അതിനുശേഷം വെള്ളിയാഴ്ച ചെയ്യുന്ന ലക്ഷ്മി പൂജയെപ്പറ്റി പറയാം. അപ്പം ഈ പഞ്ചലക്ഷ്മി വസ്തുക്കൾ ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടുന്ന ഫലം എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. പഞ്ചലക്ഷ്മി വസ്തുക്കൾ എന്ന് പറയുന്നത് 5 വസ്തുക്കളാണെന്നുള്ളത് നിങ്ങൾക്ക് കേട്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അതിലാദ്യത്തേത് പാൽ, തേൻ, നാണയം, താമരപ്പൂവ്, ധാന്യങ്ങൾ. ഇവയാണ് പഞ്ചലക്ഷ്മി വസ്തുക്കൾ എന്ന് പറയുന്നത്. ഈ 5 സാധനങ്ങൾ നമ്മൾ വെള്ളിയാഴ്ചകളിൽ ദാനം കൊടുത്താൽ നമുക്ക് ധനലക്ഷ്മി വശ്യം കിട്ടുമെന്നാണ് പറയുന്നത്. ഇവിടെയൊക്കെ അമ്പലങ്ങളിൽ ഈ 5 വസ്തുക്കൾ
എല്ലാ വെള്ളിയാഴ്ചകളിലും ദാനം കൊടുക്കാറുണ്ട്. ഞാൻ മാത്രമല്ല ഇവിടെയുള്ളവരും. കാരണം ഇവിടെയുള്ള ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്രത്തിൽ ചെന്നാൽ ദേവീക്ഷേത്രത്തിൻ്റെ മുൻപിലായിട്ട് മഞ്ഞൾ കുങ്കുമം കൊണ്ട് അമ്മമാരിരിക്കും. അപ്പം അവിടെ വരുന്ന എല്ലാ സ്ത്രീകളും പാല് അല്ലെങ്കിൽ പഞ്ചസാര, വെളുത്ത വസ്തുക്കളാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ പച്ചരി, ധാന്യത്തിൽ ഉൾപ്പെടുന്ന പച്ചരി അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങൾ, നാണയം, തേന്, താമരപ്പൂവ് അല്ലെങ്കിൽ റോസാപ്പൂവ്, ഇത് കൊണ്ടുവന്നിട്ട് അകത്ത് ദേവിക്ക് സമർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ വെളിയിലിരിക്കുന്ന ആ അമ്മമാർക്കും സമർപ്പിക്കും. എന്നിട്ട് അവർ നമ്മൾക്ക് കുങ്കുമം, മഞ്ഞൾ, പൊട്ട് നെറ്റിയിൽ വെച്ച് തന്ന് അനുഗ്രഹം തരും. ആദ്യമൊന്നും എനിക്ക് ഇതിന് പുറകിലുള്ള തത്വം അറിയില്ലായിരുന്നു. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി ധനസമൃദ്ധിയാണ് ഫലമുണ്ടാകുന്നത് എന്നുള്ളത്. നിങ്ങൾക്കും ഇത് ചെയ്യാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ അമ്പലങ്ങളിൽ ഇങ്ങനെയില്ല. പകരം ചെയ്യാൻ പറ്റുന്നത് പാല്, നിങ്ങൾക്ക് ഒരു പാക്കറ്റ് പാല് മേടിച്ചിട്ട് കുട്ടികൾക്ക് ദാനമായിട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പം വഴി സൈഡിലൊക്കെ കുട്ടികളുണ്ടായിരിക്കും. പറ്റും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം. രണ്ടാമത് തേനെന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും, അതായത് ഇപ്പോൾ കുട്ടികളെന്ന് പറയുമ്പോൾ നമ്മുടെ പരിചയത്തിലുള്ള കുട്ടികൾക്ക് കൊടുത്താലും മതിയാവും. തേനെന്ന് പറയുന്നത് വയസ്സിന് മൂത്ത സുമംഗലികൾക്ക് കൊടുക്കണം. ഇപ്പം നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെക്കാൾ ഒരു വയസ്സിന് അല്ലെങ്കിൽ ഒരു മാസത്തിന് അല്ലെങ്കിൽ ഒരു ദിവസത്തിന് മൂത്തതാണെങ്കിലും അവർക്ക് സമർപ്പിക്കാം. നാണയം എന്ന് പറയുന്നത് പൈസ ഒരുപാടല്ല, വെറും ഒരേ ഒരു രൂപ കോയിൻ, അത് ആണുങ്ങൾക്ക് കൊടുക്കുക. ഒന്നെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ കൊടുക്കാൻ പറ്റും. നമുക്ക് നാട്ടിലത് പറ്റില്ലാത്തതുകൊണ്ട് നാണയങ്ങൾ ആണുങ്ങൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭർത്താവിന് കൊടുക്കാം. നമുക്ക് ആൺകുട്ടികൾ മക്കളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ നമ്മൾ അമ്പലങ്ങളിൽ പോകുമ്പോൾ അവിടെ ഭിക്ഷ യാചിക്കാനിരിക്കുന്നവരുണ്ടെങ്കിൽ 1 രൂപയായിട്ട് കൊടുത്താലൊന്നും ആരും മേടിക്കില്ല. 5 10 രൂപയുടെ കൂടെ 1 രൂപ നാണയം. താമരപ്പൂവ് എന്ന് പറയുന്നത് ദേവിക്ക് അമ്പലങ്ങളിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. താമരപ്പൂവ് കിട്ടാത്തവർക്ക് റോസപ്പൂവ് സമർപ്പിക്കാം. താമരപ്പൂവാണ് ഏറ്റവും നല്ലത്. ധാന്യങ്ങൾ എന്തും, അരി, ഗോതമ്പ്, അതായത് പുഴുക്കലരി, കുത്തരി, പച്ചരി, അതേപോലെ തന്നെ പയറ്, പരിപ്പ്, എന്ത് ധാന്യങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ അത് ആർക്കും ദാനം ചെയ്യാം. ഈവൻ അമ്പലങ്ങളിൽ ഇത് ദാനം കൊടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അമ്പലങ്ങളിലും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇത് ദാനം കൊടുക്കാവുന്നതാണ്. വളരെ നല്ല രീതിയിലുള്ള ഫലം കിട്ടും. പിന്നെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, 1 2 വെള്ളിയാഴ്ച ഇത് ചെയ്തിട്ട് ഞാൻ 2 വെള്ളിയാഴ്ച ഇത് ചെയ്തു എനിക്ക് ഫലം കിട്ടിയില്ല എന്ന് പരാതി പറയരുത്. നമ്മൾ തുടർച്ചയായിട്ട് പറ്റുന്ന എല്ലാ വെള്ളിയാഴ്ചകളിലും ഇത് ദാനം കൊടുക്കണം. ദാനം എന്ന് പറയുന്നതിന് ഒരുപാട് ഫലങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ദാനം കൊടുക്കാൻ പറ്റിയാൽ തീർച്ചയായും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങളിത് ദാനം കൊടുക്കുക തന്നെ വേണം. അത് ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഫലം 100ൽ 100% ആയിരിക്കും. അതുകൊണ്ട് തന്നെ പറ്റുന്ന എല്ലാ വെള്ളിയാഴ്ചകളിലും മുടങ്ങാതെ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇനി നമുക്ക് പൈങ്കുനി ഉത്രമായ നാളത്തെ ദിവസം ചെയ്യേണ്ടുന്ന പൂജയെക്കുറിച്ച് നോക്കാം. ഈ പൂജ നിങ്ങൾക്ക് നാളെ വെള്ളിയാഴ്ച രാവിലെ 6 to 7 ചെയ്യാം. ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ ചെയ്യാം. അതേപോലെ തന്നെ വൈകിട്ട് 8 മണി മുതൽ 9 മണി വരെ ചെയ്യാം. നാളെ മുരുക ഭഗവാന്റെ പൈങ്കുനി ഉത്രപൂജയുമുണ്ട്. അപ്പം നിങ്ങൾ സമയം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിക്ക് മാറ്റി തിരിച്ചൊക്കെ ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ പൂജ ചെയ്യേണ്ടത് എവിടെയാണോ ആ ഒരു സ്ഥലം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വൃത്തിയാക്കി വെക്കുക. എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലക്ഷ്മി ദേവിയുടെ വിഗ്രഹമാണെങ്കിലും ഫോട്ടോയാണെങ്കിലും തുടച്ച് വൃത്തിയാക്കി മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് നിങ്ങൾക്ക് കിട്ടുന്ന പൂക്കൾ കൊണ്ട് മഹാലക്ഷ്മിയെ നല്ല രീതിയിൽ അലങ്കരിക്കുക. ശേഷം ചെയ്യേണ്ടത് ലക്ഷ്മി ദേവിക്ക് മുൻപിൽ നെയ്ദീപം കൊളുത്തി വെക്കുക. വെള്ളി വിളക്കോ അഷ്ടലക്ഷ്മി വിളക്കോ മൺവിളക്കോ എന്താണോ ഉള്ളത് അത് കൊളുത്തി വെച്ചാൽ മതിയാവും. അതിനുശേഷം ചെയ്യേണ്ടത് സൗന്ദര്യ ലഹരിയിലെ 33ാമത്തെ ശ്ലോകത്തിൻ്റെ കോലമാണ് ഇത്തവണ നമ്മൾ വരയ്ക്കുന്നത്. അതായത് ശ്രീം എന്ന ഈ ഒരു കോലം വരയ്ക്കുക. കോലം വരച്ചിട്ട് നിങ്ങൾ ശ്രീം എന്നുള്ള ലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രം എഴുതുക. അപ്പം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇത് ഏതെങ്കിലും പീഠത്തിൽ വരച്ചു വെക്കാം.
പീഠമില്ല എന്നുള്ളവർ ലക്ഷ്മി ദേവിക്ക് മുൻപിലായിട്ട്, ഇപ്പം നിലത്താണ് എന്നുണ്ടെങ്കിൽ നിലം നല്ല ശുദ്ധമാക്കുക, മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ചാലിച്ചിട്ട് അതുകൊണ്ട് നന്നായിട്ട് തുടച്ചാൽ അവിടെ ശുദ്ധമായിട്ട് അവിടെ വരയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അരിപ്പൊടിയിൽ മഞ്ഞൾപ്പൊടി ഇട്ട പച്ചക്കർപ്പൂരം, എല്ലാത്തിലും ഞാൻ പറയുന്നതാണ് ഇതേ രീതി തന്നെയാണ് ചെയ്യേണ്ടത്. എന്നാലും വീണ്ടും പറയുന്നത്, ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ വരയ്ക്കണമെന്നറിയാതെ പോകരുതല്ലോ, അതുകൊണ്ടാണ് പറയുന്നത്. എന്നിട്ട് അതേ രീതിയിൽ തന്നെ, അതായത് ഈ കോലം ഇങ്ങനെ വരച്ചിട്ട് സെൻറ്ററിൽ ശ്രീം എന്നുള്ളത് അതേ രീതിയിൽ തന്നെ നമ്മൾ എഴുതുക. എഴുതിയതിന് ശേഷം ചെയ്യേണ്ടുന്ന കാര്യം, നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ 21 ഏലയ്ക്ക കൊണ്ട് ഒരു മാല മഹാലക്ഷ്മിക്ക് അന്നത്തെ ദിവസം ചാർത്താൻ ശ്രമിക്കണം. പൈങ്കുനി ഉത്രത്തിനാണ് മഹാലക്ഷ്മി ദേവി അവതരിച്ചത് എന്നൊരു കഥ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, പലയിടത്തും പല രീതിയിലുള്ള കഥകളാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിവസം മഹാലക്ഷ്മിക്ക് 21 ഏലയ്ക്ക സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. അതായത് മാലയാക്കി തന്നെ സമർപ്പിക്കാം, അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ഏലയ്ക്ക കൊണ്ട് അർച്ചന ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ താല്പര്യാർത്ഥമാണ്. ഇപ്പോൾ 21 ഏലയ്ക്ക ഇല്ല, ഒരു 3 4 ഏലയ്ക്കായോ ഉള്ളെന്നുണ്ടെങ്കിൽ ഈ ദിവസം അർച്ചന ചെയ്യാനായിട്ട് അത് ഉപയോഗിക്കാവുന്നതാണ്. അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പം മാല ചാർത്തുന്നവരാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് 21 ഏലയ്ക്ക, കുരുവൊന്നും വെളിയിൽ പോകാത്ത നല്ല ഏലയ്ക്ക നോക്കിയെടുക്കുക. മഞ്ഞൾ പൊടി ഒരല്പം വെള്ളത്തിൽ ചാലിച്ച് ആ പൊടിക്കകത്ത് ഈ ഒരു ഏലയ്ക്ക, അതായത് മഞ്ഞൾ വെള്ളത്തിനകത്ത് ഈ ഒരു ഏലയ്ക്ക ഇട്ട് വെക്കണം, എങ്കിലേ അതൊന്ന് സോഫ്റ്റ് ആകത്തുള്ളൂ. ശേഷം നൂല് കൊണ്ട് കോർക്കുക, അതായത് മഞ്ഞ നൂല്, സൂചിയിൽ മഞ്ഞ നൂല് കോർത്ത് അങ്ങനെ കോർത്തെടുക്കാവുന്നതാണ്. കോർത്തെടുത്ത് മഹാലക്ഷ്മിക്ക് നമ്മളിത് സമർപ്പിക്കുന്നു. സമർപ്പിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എല്ലായ്പ്പോഴും പറയുന്നത് പോലെ തന്നെ ഗണേശനെ മനസ്സിൽ സ്മരിക്കണം. കുലദേവതയെ മനസ്സിൽ സ്മരിച്ചതിന് ശേഷം മഹാലക്ഷ്മി ദേവിയുടെ അഷ്ടോത്തരം, ഓം പ്രകൃത്യൈ നമ, ഓം വികൃത്യൈ നമ എന്നുള്ള 108 അഷ്ടോത്തരം ഞാൻ ഈ പറയുന്ന സാധനങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അർച്ചന ചെയ്യാവുന്നതാണ്. അതായത് മുല്ലപ്പൂ, റോസാപ്പൂ, താമര ഇതളുകൾ, അതുപോലെ തന്നെ മരിക്കൊഴുന്ത് കിട്ടിയാൽ മരിക്കൊഴുന്ത്, ചെമ്പകപ്പൂ കിട്ടിയാൽ ചെമ്പകപ്പൂ, നന്ദിയാർവട്ടം കിട്ടിയാൽ നന്ദിയാർവട്ടം കൊണ്ട്, അതുപോലെ കൂവളത്തില, തുളസിയില, മാതള നാരങ്ങ അതിൻ്റെ ഇലകൾ, അതേപോലെ തന്നെ നെല്ലിയുടെ ഇലകൾ, ഒപ്പം തന്നെ ഏലയ്ക്ക, അതുപോലെ നാണയങ്ങൾ, ഗോമതി ചക്രം, താമര വിത്തുകൾ, കവടി, ഇതിൽ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അർച്ചന ചെയ്യാൻ പറ്റുമോ അത് എല്ലാം കൊണ്ട് മഹാലക്ഷ്മി ദേവിക്ക് അർച്ചന ചെയ്യാം. ഇത്രയും സാധനങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാരണം ഈ ഒരു ദിവസം വളരെ ഓസ്പീഷ്യസ് ആണ്. അതുകൊണ്ടാണ് ഇതെല്ലാം ഞാൻ പറഞ്ഞത്. ഇതെല്ലാം കുറേശ്ശെ എടുത്ത് നിങ്ങൾക്ക് അർച്ചന ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടുമോ അതൊക്കെ കൊണ്ട് അർച്ചന ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു പൊടി ഉണ്ടാക്കി ചന്ദനക്കുഴമ്പ് ആക്കി അതിൽ മുക്കി അർച്ചന ചെയ്യാൻ പറ്റിയാൽ വളരെ നല്ലതാണ്. അപ്പം ഇങ്ങനെ അർച്ചന ചെയ്യുക. അതിനുശേഷം മഹാലക്ഷ്മി അഷ്ടകം, നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖുചക്ര ഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ എന്നുള്ള മഹാലക്ഷ്മി ദേവിയുടെ അഷ്ടകം 3 തവണയും ചൊല്ലണം. അപ്പം നമ്മൾ അർച്ചന ചെയ്യേണ്ടുന്നത് ആ എഴുതിയ മാക്കോലത്തിനാണ്, അതായത് ശ്രീം എന്നെഴുതിയ ആ ഒരു കോലത്തിനാണ് നമ്മൾ അർച്ചന ചെയ്യേണ്ടത്. അതിന് ശേഷം എപ്പോഴും പറയുന്നത് പോലെ ധൂപ ദീപ ആരതി എടുക്കുക. നിവേദ്യം സമർപ്പിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറ്റില, പാക്ക്, പഴം ഇത് ഉണ്ടായിരിക്കണം. ഒപ്പം സമർപ്പിക്കേണ്ടുന്ന കാര്യം ശർക്കരയിൽ നെയ്യ് ഒഴിച്ചാണ് നമ്മൾ ഈ തവണ മഹാലക്ഷ്മിക്ക് സമർപ്പിക്കേണ്ടത്. ശർക്കര പൊടിയോ വലിയ ഉണ്ട ശർക്കരയാണെന്നുണ്ടെങ്കിൽ അത് ചീകിയെടുക്കുക. ചീകിയെടുത്ത് അതിലൊരു ശകലം, ഒരുപാട് നെയ്യ് ഒഴിച്ച് വിടുക എന്നല്ല, ഒരു തുള്ളി നെയ്യ് ഒഴിച്ച് മഹാലക്ഷ്മി ദേവിക്ക് സമർപ്പിക്കുക. അതിനോടൊപ്പം തന്നെ പഞ്ചാമൃതം സമർപ്പിക്കാൻ പറ്റിയാൽ വളരെ നല്ലതാണ് ഈ ഒരു പ്രാവശ്യം. അതായത് മുരുക ഭഗവാന്റെ പൂജയ്ക്ക് പഞ്ചാമൃതം സമർപ്പിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. അതേ മെതേഡ്, അത് തന്നെ അതേ രീതിയിൽ തന്നെ പഞ്ചാമൃതം സമർപ്പിക്കാൻ പറ്റിയ നല്ലതാണ്. അപ്പം പഴവും മാതള നാരങ്ങയും അതിൽ ഉൾപ്പെടുത്താൻ പറ്റിയാൽ അതും വളരെ നല്ലതാണ്. അപ്പം ഇത്രയുമാണ് മഹാലക്ഷ്മി ദേവിക്ക്, വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. വെറ്റില, പാക്ക്, പഴം, ശർക്കരയിൽ നെയ്യൊഴിച്ച് ഒപ്പം പഞ്ചാമൃതം സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ പഴവും മാതള നാരങ്ങയും ഒപ്പം തന്നെ തേനും, അതുപോലെ മുന്തിരിങ്ങ, ഡ്രൈ ഫ്രൂട്ട്സിലെ കറുത്ത മുന്തിരിങ്ങയും ഒപ്പം ശർക്കരയോ കൽക്കണ്ടോ കൂടെ ഇട്ട് അത്
പഞ്ചാമൃതമാക്കി. അത് ഉടയ്ക്കൊന്നും വേണ്ട, അതെല്ലാം മുഴുവനായിട്ട് അങ്ങനെ തന്നെ ഇട്ടാൽ മതി. അതായത് ഒരു പഴം എടുത്ത് അരിഞ്ഞിടുക, ഒരല്പം മാതള നാരങ്ങ അല്ലികളാക്കി അതിലിടുക, ഡയമണ്ട് കൽക്കണ്ടമോ അല്ലെങ്കിൽ പഞ്ചസാരയോ ഇടുക, തേനൊഴിക്കുക, ഒപ്പം തന്നെ കിസ്മിസ് അതായത് കറുത്ത മുന്തിരിങ്ങ, ഉണക്ക കറുത്ത മുന്തിരിങ്ങയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് കുഴയ്ക്കുക, മിക്സ് ആക്കുക. അതായത് ഉടയ്ക്കരുതൊന്നും. എന്നിട്ടത് അങ്ങനെ മഹാലക്ഷ്മി ദേവിക്ക് സമർപ്പിക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലതാണ്. ശേഷം കർപ്പൂരാരതി എടുത്ത് ധനസമൃദ്ധി നമ്മുടെ കുടുംബത്തിനുണ്ടാകണമെന്ന് അമ്മയോട് പ്രാർത്ഥിക്കുക. ഒപ്പം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട് കോടീശ്വര യോഗം ലഭിക്കാൻ കൊടുക്കേണ്ട കാര്യങ്ങൾ, അതും ആ കൂട്ടത്തിൽ തന്നെ സമർപ്പിക്കാവുന്നതാണ്. പിന്നെ ഈ സമർപ്പിച്ച ഏലക്കാമാല എന്ത് ചെയ്യണം? അത് ഒരു മാസം അമ്മയുടെ കഴുത്തിൽ തന്നെ കിടന്നോട്ടെ. അതിനുശേഷം അത് നിങ്ങൾക്കെടുത്ത് നോൺ വെജിന് ഉപയോഗിക്കേണ്ട, അതല്ലാണ്ട് വെജ് പാകം ചെയ്യാനായിട്ട് എടുക്കാവുന്നതാണ്. ചായയിൽ, അതായത് അതിൻ്റെ തോട് കളഞ്ഞിട്ട് കുരു മാത്രം എടുത്ത് പൊടിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെയല്ല അത് ഉപയോഗിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കാൽപ്പെടാത്ത എടുത്ത് കളയാം. ഇനി 3, 4, 5 ഏലക്ക കൊണ്ട് നിങ്ങൾ അർച്ചന ചെയ്തവരാണെന്നുണ്ടെങ്കിൽ അത് അതേപോലെ എടുത്ത് ഒരു മഞ്ഞ തുണിയിലോ ചുമല തുണിയിലോ കെട്ടി ഒരു കിഴിയാക്കി പൈസ വെക്കുന്ന സ്ഥലത്ത് വെക്കാവുന്നതാണ് സൂക്ഷിച്ച്. അതും നമുക്ക് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങൾ കൊണ്ടുവന്ന് തരും. അപ്പം ഇതാണ് ഈ ഒരു വെള്ളിയാഴ്ച നമ്മൾ ചെയ്യേണ്ടുന്ന ലക്ഷ്മി പൂജ. നിങ്ങൾക്ക് ഇത് എല്ലാ വെള്ളിയാഴ്ചകളിലും തുടർച്ചയായി ഇങ്ങനെ തന്നെ ചെയ്യാം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ പറ്റുന്ന വെള്ളിയാഴ്ചകളിൽ, എല്ലാ വെള്ളിയാഴ്ചകളിലും എങ്ങനെയാണ് പൂജ ചെയ്യേണ്ടതെന്ന് ഞാൻ ഇടാറുണ്ട്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് തുടർച്ചയായിട്ട് ചെയ്താലും നല്ല ഫലം തന്നെ കിട്ടും. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ മഹാലക്ഷ്മി ദേവിയുടെ പ്രീതി, മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ധനസമൃദ്ധി നമുക്കുണ്ടാകുകയുള്ളൂ. ആ കാര്യത്തിൽ യാതൊരു വിധത്തിലുമുള്ള മാറ്റങ്ങളുമില്ല. അതുകൊണ്ട് അക്കാര്യം എല്ലാവരും ഓർമ്മയിൽ വെക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. എല്ലാവരും മറക്കാതെ വെള്ളിയാഴ്ച മുരുകപൂജയും ലക്ഷ്മി പൂജയും ഒക്കെ ചെയ്യൂ. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.